നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വലപ്പാട് സ്വദേശികളായ കുപ്രസിദ്ധ ഗുണ്ടകളെ കാപ്പ ചുമത്തി നാടുകടത്തി. വാഹനമില്ല, അന്തിക്കാട് ചേർപ്പ് എക്സൈസ് റേഞ്ച് ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റി. യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. കുപ്രസിദ്ധ ഗുണ്ടകളായ വലപ്പാട് സ്വദേശികളായ 4 പേരെ കാപ്പ ചുമത്തി നാടുകടത്തി. വധശ്രമ കേസുകൾ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ വലപ്പാട് കോതകുളം ബീച്ച് കാരേപ്പറമ്പിൽ കണ്ണപ്പൻ എന്ന ജിതിൻ, കാരേപ്പറമ്പിൽ ഹരികൃഷ്ണൻ, കണ്ണമ്പറമ്പിൽ സുരമോൻ എന്ന നിഖിൽ, കാഞ്ഞിരപ്പറമ്പിൽ ചന്തു എന്ന ഹരികൃഷ്ണൻ എന്നിവരെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. കൂടാതെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുല്ലൂർ തുറവങ്കാട് സ്വദേശി ഇളമ്പലക്കാട്ട് വീട്ടിൽ വിപിനെയും നാടുകടത്തിയിട്ടുണ്ട്. വലപ്പാട് കോതകുളം ബീച്ച് സ്വദേശി കാരേപ്പറമ്പിൽ കണ്ണപ്പൻ എന്ന് വിളിക്കുന്ന ജിതിന് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ നിരവധി വധശ്രമ കേസുകളും അടിപിടി കേസുകളും നിലവിലുണ്ട്. 17ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാൾ. കാരേപ്പറമ്പിൽ ഹരികൃഷ്ണൻ 14ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കണ്ണമ്പറമ്പിൽ സുരമോൻ എന്ന നിഖിൽ 12ഓളം ക്രിമിനൽ കേസിലെ പ്രതിയാണ്. വടിവാൾ വിപിൻ കൊലപാതകം, തോക്ക് ഉപയോഗിച്ചുള്ള വധശ്രമം, മോഷണം, ലഹരിക്കടത്ത് തുടങ്ങി 25ഓളം കേസുകളിലെ പ്രതിയാണ് ഹരികൃഷ്ണൻ. നിഖിൽ, ജിതിൻ, ഹരികൃഷ്ണ എന്നിവരെ കാപ്പ ചുമത്തുന്നതിൽ വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർ MK രമേശ്, സബ് ഇൻസ്പെക്ടർ ഹരി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുബി, ആഷിഖ് എന്നിവർ പ്രധാന പങ്കുവഹിച്ചു. വിപിനെ കാപ്പ ചുമത്തുന്നതിൽ ഇരിങ്ങാലക്കുട പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കരീം, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിജയകുമാർ എന്നിവർ പ്രധാന പങ്കുവഹിച്ചു. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറിന്റെ മേൽനോട്ടത്തിൽ ഗുണ്ടകൾക്കെതിരെ സ്വീകരിക്കുന്ന കർശന നടപടികളുടെ ഭാഗമായാണ് കാപ്പ ചുമത്തിവരുന്നത്. 2025 മാത്രം തൃശൂർ റൂറൽ ജില്ലയിൽ ഇതുവരെ 45 ഗുണ്ടകളെ കാപ്പ ചുമത്തി. അന്തിക്കാട് ചേർപ്പ് എക്സൈസ് ഓഫീസിന്റെ ലഹരിവിരുദ്ധ പ്രതിരോധ പ്രവർത്തനങ്ങൾ വാഹനമില്ലാത്തതിനാൽ അവതാളത്തിലായി. സമീപത്തെ മറ്റു റേഞ്ചുകളിലും പ്രതികളെ പിടികൂടാൻ പോകാൻ വാഹനമില്ല. തൊണ്ടി മുതൽ സ്റ്റേഷനിൽ എത്തിക്കുന്നത് ഓട്ടോയിലും ടാക്സി കാറിലുമാണ്. വകുപ്പ് തലത്തിലെ നിരുത്തരവാദപരമായ സമീപനം മൂലമാണ് മാസങ്ങളായി എക്സൈസിന്റെ പ്രവർത്തനം താളം തെറ്റാൻ കാരണമെന്നാണ് ആക്ഷേപം. തൃശൂർ ജില്ലയുടെ വലിയൊരു ഭാഗം അധികാരപരിധിയുള്ള അന്തിക്കാട് ചേർപ്പ് റേഞ്ചുകളിലെ എക്സൈസ് ഓഫീസുകളിൽ വാഹനം ഇല്ലാതായിട്ട് 2 മാസത്തിലധികമായി. നിലവിൽ ഉപയോഗിക്കുന്ന ജീപ്പുകളുടെ ഫിറ്റ്നസ് 2 മാസം മുമ്പ് അവസാനിച്ചതോടെയാണ് പ്രശ്നം ഗുരുതരമായത്. ലഹരി സംഘങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ് നൽകിയ 2 സ്കൂട്ടറുകളിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് പുറപ്പെടുന്നത്. കൂടുതൽ പേർ വേണ്ട സാഹചര്യത്തിൽ വാടകയ്ക്ക് വാഹനം വിളിച്ചു വരുത്തി വേണം റെയ്ഡിന് പുറപ്പെടാൻ. എല്ലാം കഴിഞ്ഞെത്തുമ്പോൾ ലഹരി സംഘങ്ങൾ അവരുടെ വഴിക്ക് പോയിട്ടുണ്ടാകും. സ്കൂട്ടറിൽ പോയവർ എന്തെങ്കിലും ലഹരി വസ്തുക്കളെയോ പ്രതികളെയോ പിടികൂടിയാലും പുറമേ നിന്ന് ഓട്ടോയും കാറും പിടിച്ചാണ് തൊണ്ടി മുതൽ സ്റ്റേഷനിൽ എത്തിക്കുന്നത്. വാഹനവാടക ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്നതുവരെ ഉദ്യോഗസ്ഥൻ സ്വന്തം കയ്യിൽ നിന്നും വഹിക്കണം. ഉപയോഗശൂന്യമായ 3 വാഹനങ്ങളാണ് അന്തിക്കാട് എക്സൈസ് ഓഫീസ് പരിസരത്ത് തുരുമ്പെടുത്ത് കിടക്കുന്നത്. മാർച്ച് മാസത്തിൽ കോലഴിയിലും ചേർപ്പിലും പുതിയ വാഹനം എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ. പുതിയ വാഹനം ലഭിക്കുമ്പോൾ മറ്റ് എക്സൈസ് ഓഫീസുകളിൽ നിന്ന് നടതള്ളുന്ന വാഹനമാണ് അന്തിക്കാട്ടേക്ക് ലഭിക്കുക എന്നും പറയുന്നു. അന്തിക്കാട് എക്സൈസ് ഓഫീസിൽ ഡ്രൈവർ തസ്തികയില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനാലാണ് പഴയ വാഹനങ്ങൾ മാത്രം ഇവർക്ക് ലഭിക്കുന്നത്. ഞാൻ ആൻഡ്രോ തുറയൻ, പഞ്ചായത്ത് ജനപ്രതിനിധിയാണ്. നമുക്കറിയാം, അന്തിക്കാട് എക്സൈസിൻ്റെ പ്രദേശം പരിധിയിൽ പെടുന്നൊരു സ്ഥലമാണ് താന്യം. ലഹരിയുടെ ഏറ്റവും വലിയ ഉപയോഗം നടക്കുന്നൊരു സ്ഥലം കൂടിയാണ്. നിലവിൽ 2 മാസമായിട്ട് ഇവിടെ ജീപ്പില്ല എന്നാണ് എക്സൈസുകാരുടെ ഒരു നമുക്ക് കിട്ടിയ അറിവ്. ജീപ്പ് കിട്ടിയിട്ടില്ല. നമുക്കൊരു പ്രതിയെ പിടിച്ചാൽ അത് വാടകയ്ക്ക് വണ്ടി വിളിച്ച് വരേണ്ട രീതിയാണ്. അതുപോലെ തന്നെ ആ തൊണ്ടി മുതലൊക്കെ മറ്റൊരു വാഹനത്തിൽ കൊണ്ടുവരേണ്ട രീതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിനൊരു അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത്. അംഗബലമില്ലാത്തതിനാൽ അന്തിക്കാട് പോലീസിനും ലഹരി സംഘങ്ങളെ പിടികൂടൽ പ്രതിസന്ധിയിലാണ്. കോൾ മേഖലകളിലും ഉൾപ്രദേശങ്ങളിലുമാണ് ലഹരി സംഘങ്ങൾ വ്യാപരിക്കുന്നത്. വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഇവിടേക്കെത്തി സംഘം ചേർന്നാണ് ലഹരി ഉപയോഗമെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു.
ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്താണ്, പോലീസ് സ്റ്റേഷനാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ അതിനെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഇതുവരെ സർക്കാരിന് സാധിച്ചിട്ടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നാട് മുഴുവൻ, ഈ പ്രദേശത്തെ മുഴുവൻ ലഹരിയുടെ ഉപയോഗം വളരെ പ്രസരമായിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടുന്ന നടപടികൾ എടുക്കാൻ എക്സൈസിനും പോലീസിനും വേണ്ടത്ര സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഔദ്യോഗിക തലത്തിൽ കിട്ടുന്നില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എത്രയും വേഗം അടിസ്ഥാന സൗകര്യങ്ങൾ നൽകി ഈ ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഇവിടെ പൊതുസമൂഹവുമായി ചേർന്ന് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ചേരിതിരിഞ്ഞുള്ള ഗുണ്ടാക്രമണങ്ങളും കൊലപാതകങ്ങളും ലഹരിക്കടുത്ത കേസുകളും നിയന്ത്രണാതീതമാണെങ്കിലും വാഹനമില്ലാത്തതിനാൽ എക്സൈസിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണ്. പട്രോളിങ്ങും പരിശോധനകളുമില്ലാതെ ബോധവൽക്കരണ പരിപാടികളിൽ മാത്രമാണ് എക്സൈസിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനമെന്നും ആരോപണമുണ്ട്. യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാമക്കാല സ്വദേശി പള്ളിപ്പറമ്പിൽ ഷാബിത്തിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 13-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തൈപ്പൂയത്തോടനുബന്ധിച്ചുള്ള കാവടി ആഘോഷം കഴിഞ്ഞ് പുലർച്ചെ 2:30-ക്ക് ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകുകയായിരുന്ന എടത്തിരുത്തി കണ്ണമ്പുള്ളിപ്പുറം സ്വദേശിയായ സായുജിനെയാണ് ആക്രമിച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഷാബിത്തിനെ ബാംഗ്ലൂരിൽ നിന്നാണ് പിടികൂടിയത്. ഇയാളുടെ പേരിൽ മതിലകം, വലപ്പാട്, കയ്പമംഗലം പോലീസ് സ്റ്റേഷനുകളിലായി ലഹരിക്കേസും വധശ്രമ കേസും ഉൾപ്പെടെ നിരവധി കേസുകളുമുണ്ട്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർ സൂരജ് ഹരിഹരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽകുമാർ, CK ബിജു എന്നിവർ ചേർന്നാണ് പിടികൂടിയത്. എടമുട്ടം ശ്രീ പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേല ആഘോഷിച്ചു. രാവിലെ നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹവനം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, ശീവേലി എഴുന്നള്ളിപ്പ്, വൈകിട്ട് പകൽപൂരം എന്നിവ നടന്നു. പകൽപൂരത്തിന് പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി. 5 ആനകളുടെ എഴുന്നള്ളിപ്പിൽ മേളം, പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളവും തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം വർണ്ണമഴ, നാടകം, കൂത്ത് എന്നിവയും ഉണ്ടായിരുന്നു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് രാകേഷ് ഊണുങ്ങൽ, സെക്രട്ടറി മിഥുൻ CM, ജോയിന്റ് ട്രഷറർ അനൂപ് തൊട്ടാരത്ത്, വൈസ് പ്രസിഡന്റ് പ്രതീഷ് ശാർക്കര, ജോയിന്റ് സെക്രട്ടറി സുമേഷ് പാണാട്ടിൽ, ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ സുമിത്രൻ തോട്ടാരത്ത്, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ പ്രകാശൻ കിഴക്കേപുരയ്ക്കൽ, മനോജ് കൂടക്കര, ശ്യാമളാദേവി കിഴക്കേടത്ത്, ബാലൻ നായർ പാണാട്ടിൽ, സുജിത് കിളിയന്ത്ര എന്നിവർ നേതൃത്വം നൽകി. ചെമ്മാപ്പള്ളി മുളങ്ങാട്ടുകര മുളങ്ങാട്ടിൽ ഉണ്ണീരി മുത്തപ്പൻ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ തോറ്റമ്പാട്ട് മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, കലശം, മുത്തപ്പന് കളം എന്നിവ നടന്നു. വൈകിട്ട് വിഷുമായയ്ക്ക് കളം, ദീപാരാധന, ദേവിക്ക് കളം, ശേഷം രാത്രി താലം വരവോടെ എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടായിരുന്നു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. ക്ഷേത്രം ഭാരവാഹികളായ രക്ഷാധികാരി രവീന്ദ്രൻ, പ്രസിഡന്റ് ശിവരാമൻ, സെക്രട്ടറി സതീഷ് എന്നിവർ നേതൃത്വം നൽകി.
പുത്തൻപീടിക തോന്നിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതിവേല ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ, അഭിഷേകം, കലശപൂജ, ഉച്ചപൂജ, പുഷ്പാഞ്ജലികൾ, പ്രസാദോട്ട് എന്നിവ നടന്നു. വൈകിട്ട് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. പഴുവിൽ രഘുമാരാർ മേളത്തിന് പ്രാമാണികത്വം വഹിച്ചു. ചെമ്പുക്കാവ് വിജയ് കണ്ണൻ ദേവിയുടെ തിടമ്പേറ്റി. കമ്മിറ്റി ഭാരവാഹികളായ അന്തിക്കാട് ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ, രക്ഷാധികാരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ, പ്രസിഡന്റ് ബിജു അണ്ടയത്ത്, സെക്രട്ടറി KV ഭാസ്കരൻ, വൈസ് പ്രസിഡന്റ് ഭരതൻ MS, ജോയിന്റ് സെക്രട്ടറി സുരേഷ് KG എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് കരുപ്പായി പള്ളത്തുകാവ് മുത്തപ്പൻ ശ്രീ കാളീശ്വരി ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, ചീവേലി എന്നിവ ഉണ്ടായിരുന്നു. വൈകിട്ട് എഴുന്നള്ളിപ്പ്, കാഞ്ഞാണി സന്ദീപിൻ്റെ നേതൃത്വത്തിൽ നാദസ്വരം, മണി ചേറ്റുപുഴയുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം, ഷാജു വെങ്കിടത്തിൻ്റെ നേതൃത്വത്തിൽ ചെണ്ടമേളം എന്നിവ നടന്നു. വൈകിട്ട് നിർമ്മാല, ദീപാരാധനയ്ക്ക് ശേഷം ദേവാനന്ദവാദ്യങ്ങൾ, അത്താഴപൂജ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പള്ളത്ത് സുനിൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കയ്പമംഗലം മൂന്നുപീടികയിൽ പ്രവർത്തിക്കുന്ന നാട്ടിക റൂറൽ ബാങ്ക് നീതി മെഡിക്കൽസിൽ നീതി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി PC ഫൈസൽ, ഡയറക്ടർ TK രാജു, ഡയറക്ടർമാരായ സക്കീർ ഹുസൈൻ, MA അനിൽകുമാർ, MD സുരേഷ്, BS ജോത്സന, അസിസ്റ്റന്റ് സെക്രട്ടറി KS ഷീബ എന്നിവർ സംസാരിച്ചു. ആരോഗ്യം വളരെയേറെ പ്രശ്നമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊരു വീട്ടിലെ നോക്കിയാലും ഒരു ജീവിതശൈലി രോഗമില്ലാത്ത ഒരാളില്ലാത്ത ഒരവസ്ഥയാണ്. അപ്പം എന്തായാലും രോഗം ആർക്കും വരാതിരിക്കട്ടെ എന്നാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. എങ്കിലും വന്നവരെ ചികിത്സിക്കുന്നതിനുള്ള ആ ഒരു സൗകര്യം നമ്മുടെ ബാങ്ക് ഏർപ്പെടുത്തിയത് വളരെ സന്തോഷവും അഭിനന്ദനം അറിയിക്കുകയാണ്. ഇനിയും നമ്മുടെ ബാങ്കിന് ഒട്ടേറെ സംരംഭങ്ങൾ ചെയ്യാൻ കഴിയുമാറാകട്ടെ. എല്ലാവിധ ആശംസകളും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ്, പഠനമേശ, കസേര, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് PVC വാട്ടർ ടാങ്ക് എന്നിവ വിതരണം നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠനാവശ്യത്തിനായി നാട്ടിക പഞ്ചായത്ത് 5,60,000 രൂപയാണ് ഈ സാമ്പത്തിക വർഷം വകയിരുത്തിയത്. വാട്ടർ ടാങ്ക് പദ്ധതിക്കായി 1 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. മത്സ്യബന്ധന വലകൾക്ക് വേണ്ടി മാത്രമായി 1,40,40,000 രൂപ മുൻ ദിവസങ്ങളിൽ ചെലവഴിച്ചിരുന്നു. 1-ാം വാർഡ് മെമ്പർ KR ദാസൻ, വാർഡ് മെമ്പർമാരായ PV സെന്തിൽകുമാർ, ഗ്രീഷ്മ സുഖിലേഷ്, ഐഷ B ജബ്ബാർ, നികിത P രാധാകൃഷ്ണൻ, CS മണികണ്ഠൻ, സുരേഷ് ഇയാനി, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ്, ഫിഷറീസ് ഓഫീസർ സുജിത് കുമാർ M, മത്സ്യഫെഡ് പ്രോജക്ട് ഓഫീസർ അരുണിമ എന്നിവർ സംസാരിച്ചു. ഈ വർഷം അതിനും കൂടുതൽ 167 ലാപ്ടോപ്പ് ഇപ്പോൾ നമ്മൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് തന്നെ 3.5-4 വർഷം കൊണ്ട് കൊടുക്കും. മേശ, കസേര, മറ്റു കാര്യങ്ങൾ, ഒപ്പം തന്നെ വാട്ടർ ടാങ്ക് അപേക്ഷിക്കുന്ന എല്ലാവരും, അസുഖമുള്ള എല്ലാ ആളുകൾക്കും വാട്ടർ ടാങ്ക്. പിന്നെ വല ഇപ്രാവശ്യം കുറച്ച് കുറവായിരുന്നു
7 പേർക്കല്ല. അത് കൂടുതൽ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ അടുത്ത പദ്ധതിയിൽ 25-26 വർഷീയ പദ്ധതിയിൽ അപേക്ഷിക്കുന്ന എല്ലാ ആളുകൾക്കും വല കൊടുക്കാനുള്ളൊരു സംവിധാനം നമ്മൾ പണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു നിർദ്ദേശം വന്നത് അത് നമ്മളോട് എങ്ങനെയാണ് അത് പ്രായോഗികമാവണത് എന്നും പറയാൻ കഴിയില്ല. എന്നാലും നമ്മളത് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ അവിടെ വഞ്ചികൾ കയറ്റാനായിട്ട് ട്രാക്ടർ പോലുള്ള സംവിധാനം വേണമെന്നുള്ളൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് നമ്മളത് കൈപ്പാടത്തിൻ്റെ നച്ചാൽ കമ്പനിക്കടവില കുരുകുഴിയിൽ അതുണ്ടെന്നാണ് പറഞ്ഞത്. അത് പ്രൈവറ്റാണ് അന്വേഷിച്ചത്. എങ്കിലും നമ്മളത് പദ്ധതിയിൽ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. DPC അംഗീകാരം കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് വെക്കാന്നുള്ളൊരു തീരുമാനം നമ്മൾ കമ്മിറ്റി വർക്കിംഗ് ഗ്രൂപ്പ് കൂടി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. 8ാം ക്ലാസ്സുകാരൻ ഉണ്ടാക്കിയ ഒറിജിനലിനെ വെല്ലുന്ന കുഞ്ഞൻ ടൂറിസ്റ്റ് ബസ് കൗതുകമാവുന്നു. കാഞ്ഞാണി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലെ വിദ്യാർത്ഥിയും മണലൂർ അയ്യപ്പൻകാവ് കാട്ടിക്കോവിൽ പ്രകാശിൻ്റെയും സുനന്ദയുടെയും മകനുമായ പ്രസിദ്ധാണ് ബസിൻ്റെ ചെറിയ രൂപമുണ്ടാക്കി വിസ്മയിപ്പിച്ചിരിക്കുന്നത്. ഫോറക്സ് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബസിൻ്റെ വാതിലുകൾ കൂളിംഗ് ഫിലിം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മരം കൊണ്ട് ചെയ്സും നിർമ്മിച്ചു. സ്കൂളിൽ നടത്തുന്ന ശാസ്ത്രമേളയിൽ അവതരിപ്പിക്കാനായാണ് സഹപാഠികളുമൊത്ത് ബസ് നിർമ്മാണം തുടങ്ങിയത്. നിർമ്മാണത്തിന് എല്ലാ സഹായവും അവർ നൽകിയെന്നും പ്രസിദ്ധ് പറഞ്ഞു. ഇത് 4 മാസത്തോളമായി ഉണ്ടാക്കി തുടങ്ങിയിട്ട്. കൂട്ടുകാർ ഫണ്ടിനൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോഡി ഫുള്ളും ഞാൻ ഉണ്ടാക്കിയ ഫുള്ള് സാൻഡ് പേപ്പർ കൊണ്ട് കുറച്ച് ക്ലീൻ ആക്കിയിട്ട് പുട്ടി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പെയിൻറ്റ് വർക്കും കൂടി കുറച്ച് ബാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഭാരതീയ വിദ്യാലയത്തിൽ പഠിക്കുന്നത് കാനാണി. അപ്പോൾ അവിടുത്തെ എക്സിബിഷന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. രാത്രി 12-1 മണി വരെ ഇരുന്ന് ചെയ്യാറുണ്ട്. അമ്മയും അച്ഛനും നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് തുടങ്ങിയത് ഫ്രണ്ട് ഭാഗം തുടങ്ങാൻ, പിന്നെ ഫ്രണ്ട് ഭാഗം വളയ്ക്കാനും സാൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര പണിയാണ്. KSEB എഞ്ചിനീയറായിരുന്ന അച്ഛനും ഹയർ സെക്കൻഡറി ഗസ്റ്റ് അധ്യാപികയായിരുന്ന അമ്മയും ബസ് നിർമ്മാണത്തിന് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ടായിരുന്നു.
BDS വിദ്യാർത്ഥിയായ ജ്യേഷ്ഠൻ പ്രണവും അനുജൻ്റെ കഴിവുകൾക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട്. തറവാടി എന്ന് പേര് നൽകിയിരിക്കുന്ന ബസ്സിലെ ശബ്ദവിന്യാസവും അലങ്കാര വെളിച്ചങ്ങളും ആരിലും കൗതുകമുണർത്തുന്നതാണ്. മാസങ്ങൾക്ക് മുമ്പ് സ്വന്തമായി ഡ്രോൺ നിർമ്മിച്ച് സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഇടയിൽ താരമായിരുന്നു ഈ 8ാം ക്ലാസ് വിദ്യാർത്ഥി. പണ്ട് ഡ്രോൺ ഉണ്ടാക്കിയ പോലെ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ടൂറിസ്റ്റ് ബസ് ഉണ്ടാക്കാൻ. അത് ആഗ്രഹം തോന്നിയത് സ്കൂളിൽ പോകുമ്പോൾ ബസ്സുകൾ കണ്ടിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ തറവാടി എന്ന പേരുള്ള ബസ്. ഫുൾ ഉണ്ടാക്കിയത് 4Xും വീലടക്കം 4Xാണ്. കൂളിംഗ് ഫിലിം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അകത്ത് സ്പീക്കർ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലാസ് ഡീൻ്റെ ആംപ്ലിഫയർ, ബ്ലൂടൂത്ത് മൊഡ്യൂൾ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, നെയിം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാനുള്ളത് ഒരു സാറ് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ദിവാകരൻ ISRO സാറാണ്. അപ്പോൾ ആൾ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാശായാലും മോട്ടിവേഷനായാലും നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ മേഖലയിലെ പടക്കുതിരിയായ MAC-29 എന്ന ഫൈറ്റർ ജെറ്റിൻ്റെ മോഡൽ നിർമ്മാണത്തിലാണ് ഇപ്പോൾ. പ്രപഞ്ചരഹസ്യങ്ങൾ തേടുന്ന ISROയിലെ ശാസ്ത്രജ്ഞനാകണമെന്നാണ് പ്രസിദ്ധിൻ്റെ വലിയ ആഗ്രഹം. അതിലുള്ള കഠിന പ്രയത്നവും നടത്തുന്നുണ്ട് ഈ കൊച്ചുമിടുക്കൻ. കേരള മുസ്ലിം ജമാഅത്ത് SYS-SSF കൂരിക്കുഴി 18 മുറി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വോയിസ് ഓഫ് കൂരിക്കുഴിയുടെ സഹകരണത്തോടെ റമളാനോടനുബന്ധിച്ച് നടത്തുന്ന ജീരകക്കഞ്ഞി വിതരണം ആരംഭിച്ചു. കയ്പമംഗലം കമ്പനിക്കടയിൽ നടന്ന ചടങ്ങിൽ കൂരിക്കുഴി മഹല്ല് ഖത്തീബ് സ്വാദിഖ് സഖാഫി അൽ കാമിലി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് സെക്രട്ടറി നസീർ അധ്യക്ഷനായി. കൂരിക്കുഴി മഹല്ല് സെക്രട്ടറി KK ഹംസ, ഹുസൈൻ സഅയ്ദി, സലീം താനത്ത് പറമ്പിൽ, ഷാവുൽ ഹമീദ്, മുഹമ്മദ് ആദംസ്, MM ബഷീർ, മുഹമ്മദ് ഇക്ബാൽ, ഷക്കീർ ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. 29 ദിവസം അല്ലെങ്കിൽ 30 ദിവസം അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും എടുക്കാൻ കഴിവും പ്രാപ്തിയും ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പടച്ച തമ്പുരാന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് പട്ടിണി എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു കർമ്മം ഏറ്റെടുക്കുകയാണ്. നമ്മളൊക്കെ പത്രങ്ങളൊക്കെ വായിക്കുന്നവരാണ്. നമ്മുടെ നാടുകളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു സമരമുറയുടെ 18ാമത്തെ അടവ് എന്നൊക്കെ പറയുന്ന ഒരു അടവാണ് നിരാഹാര സമരം. നമ്മളൊക്കെ പലരും അത് കിടക്കുന്നതും സംഘങ്ങളായിട്ടും വ്യക്തികളായിട്ടൊക്കെ പല വിഷയങ്ങൾ നേടിയെടുക്കാനും പല ഗവൺമെന്റിന്റെ കണ്ണുകൾ തുറപ്പിക്കാനും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇതങ്ങനെ ഏതെങ്കിലുമൊക്കെ പടപ്പുകളുടെ കണ്ണ് തുറപ്പിക്കാനുള്ള ഒന്നല്ല ഇസ്ലാം മതവിശ്വാസികളുടെ റമദാനിലെ നോമ്പ് എന്ന് പറയുന്നത്. മണപ്പുറം സമീക്ഷയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 7, 8 തീയതികളിൽ നാട്ടിക ശ്രീനാരായണ ഹാളിൽ വെച്ച് നടക്കുന്ന മണപ്പുറം കലോത്സവം വിജയിപ്പിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് VN രണദേവ് അധ്യക്ഷനായി. സമീക്ഷ സെക്രട്ടറി TS സുനിൽകുമാർ, രക്ഷാധികാരി പ്രൊഫസർ TR ഹാരി എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശനെയും CG അജിത് കുമാറിനെയും തെരഞ്ഞെടുത്തു. നമ്മൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ ആരാവണം എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് മാർക്കോ ആയാൽ മതി എന്ന് പറയാം. മാർക്കോ എന്ന് പറഞ്ഞാൽ ആ സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം അല്ലേ ടീച്ചർ കണ്ട സിനിമ? ഏറ്റവും മലയാള സിനിമകളിൽ അല്ലെങ്കിൽ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകൾ ഇത്ര ഭീതിജനകമായിട്ട് മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന, ഹൃദയമൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ തലകളൊക്കെ അടിച്ചുടച്ച് കളയുന്ന ഒരു സിനിമ. ഇപ്പൊ നമ്മൾ താമരശ്ശേരിയിൽ ഒരു വിദ്യാർത്ഥി മരിച്ചപ്പോൾ നമ്മളത് കണ്ടു. തലക്ക് മാത്രമാണ് അടിക്കണം, തല അടിച്ച് തകർക്കണം. 5 പേരെ കൊന്ന കണ്ടച്ചങ്കടവ് യൂണിസാറ്റ് കമ്മ്യൂണിക്കേഷനിൽ നറുക്കെടുപ്പും സമ്മാന വിതരണവും നടത്തി.
യൂണിസാറ്റ് ഓഫീസ് ഹാളിൽ നടത്തിയ ചടങ്ങിന് മാനേജിംഗ് പാർട്ണർ സിജോ കുണ്ടുകുളം അധ്യക്ഷത വഹിച്ചു. നേരിട്ട് വന്ന് അറിയിച്ച് അല്ലെങ്കിൽ ഫോണിൽ കൂടി അറിയിച്ച് മുന്നോട്ട് നമ്മളെ നയിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഉപഭോക്താക്കളോടാണ് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത്. അതുപോലെ തന്നെ ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത്, കട്ടയ്ക്ക് നിൽക്കുക എന്ന് പറയുന്ന രീതിയിലാണ് നമ്മുടെ ടെക്നീഷ്യന്മാരും മറ്റ് ഓഫീസ് സ്റ്റാഫുകളും നമ്മുടെ ബ്രോഡ്ബാൻഡ് സപ്പോർട്ടിംഗ് എഞ്ചിനീയേഴ്സും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ പാർട്ട്ണർമാരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ഫലകമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അതിൻ്റെ ഏറ്റവും മികച്ച ഒരു യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെടേണ്ടിയിരുന്ന ഒരു യൂണിറ്റാണ് 2ാം സ്ഥാനത്തേക്ക് പോയത്. അതിൽ നമ്മൾ മനസ്സിലാക്കിയത് ഏറ്റവും വിപുലമായ ഒരു ഓഫീസ് സംവിധാനം നമുക്ക് ആ സമയത്ത് ഉണ്ടായില്ല എന്നുള്ളതിൻ്റെ ഒരു കുറവായിട്ടാണ് നമ്മൾ അതിനെ കണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മികച്ച ഒരു ഓഫീസ് സംവിധാനം നമ്മൾ രൂപീകരിച്ചു. ഉപഭോക്താക്കൾക്ക് നേരിട്ട് വ്യക്തിപരമായി വന്ന് ഓരോ പ്രശ്നങ്ങളും ഓരോരുത്തരുമായിട്ട് ഓരോ വിഭാഗങ്ങളുമായിട്ട് സംസാരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഓഫീസ് പ്രവർത്തനം നമ്മൾ ഒന്നുകൂടി പുരോഗമിച്ചു. ഒപ്പം തന്നെ പറയട്ടെ, ബ്രോഡ്ബാൻഡുമായി ബന്ധപ്പെട്ട് ബ്രോഡ്ബാൻഡിന്റെ സപ്പോർട്ടിംഗ് ഹബ്ബ് നമ്മളവിടെ രൂപീകരിച്ചു. നമ്മുടെ ടെക്നീഷ്യന്മാര് നമ്മുടെ ഓഫീസ് സമയത്ത് മുഴുവനും നമുക്ക് അവൈലബിൾ ആവുന്ന തരത്തിലേക്ക് നമ്മളൊരു സപ്പോർട്ടിംഗ് ഹബ്ബ് നമ്മളവിടെ രൂപീകരിച്ചു. കേരള വിഷൻ സമ്മാനോത്സവം 2025 വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. യൂണിസാറ്റിലെ ഈ മാസത്തെ നറുക്കെടുപ്പിൽ തട്ടിൽ ഋഷിൻ, അറക്കവീട്ടിൽ ഫാത്തിമ, ചാലിശ്ശേരി ആൻഡോ, ചളിപ്പാട്ട് സിനി തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു. പാർട്ട്ണർമാർ, ഓഫീസ് സ്റ്റാഫുകൾ, കളക്ഷൻ സ്റ്റാഫുകൾ, ടെക്നീഷ്യന്മാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വാടാനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തളിക്കുളം വാടാനപ്പള്ളി ദേശക്കാർ കൊല്ലം തോറും നടത്തിവരാറുള്ള കുംഭമാസത്തിലെ അശ്വതി ഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, ശീവേലി എഴുന്നള്ളിപ്പ് എന്നിവ നടത്തി. വൈകിട്ട് നടന്ന കൂട്ടി എഴുന്നള്ളിപ്പിൽ 8 ആനകൾ അണിനിരന്നു. നടുവിൽക്കര വടക്കുമുറി കമ്മിറ്റിയുടെ ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ ഭഗവതിയുടെ തിടമ്പേറ്റി. വലത്ത് പുളിയംതുരുത്ത് കമ്മിറ്റിയുടെ ബാസ്റ്റ്യൻ വിനയ് സുന്ദറും ഇടത്ത് കിഴക്കേനട മുറി ശ്രീനാരായണ കോർണർ കമ്മിറ്റിയുടെ തെച്ചിക്കോട്ടുകാവ് ദേവിദാസനും അണിനിരന്നു. ഉത്സവത്തിൻ്റെ ഭാഗമായി വിവിധ കമ്മിറ്റികളിൽ നിന്ന് വാദ്യമേളങ്ങളും തെയ്യം വരവും ഉണ്ടായിരുന്നു. ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക, വർണ്ണമഴ, പുലർച്ചെ താലപ്പൊലിയോടുകൂടിയ എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് അനിൽകുമാർ കോന്നാടത്ത്, ജനറൽ സെക്രട്ടറി സുധീഷ് പെരിങ്ങ, രക്ഷാധികാരി ശങ്കുരു വടക്കൻ, ട്രഷറർ സതീഷ് ബാബു അറക്കപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏങ്ങണ്ടിയൂർ ആയിരങ്ങണ്ണി ഭഗവതി ക്ഷേത്രം മഹോത്സവത്തിൻ്റെ ഭാഗമായി പൊങ്കാല സമർപ്പണം നടത്തി. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, നിർമ്മാല, മുളപൂജ, ഭഗവത്സേവ, കീഴ്ക്കാവിൽ ഗുരുതി തർപ്പണം എന്നിവ ഉണ്ടായിരുന്നു. ബുധനാഴ്ച രാവിലെ ഗണപതി ഹോമം, കലശാഭിഷേകം എന്നിവ നടത്തും. വൈകിട്ട് ദീപാരാധന, നിർമ്മാല, ഭഗവത്സേവ, ശ്രീഭൂതബലി, രാത്രി 9-ന് പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളത്തും. തുടർന്ന് ഏങ്ങണ്ടിയൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ആയിരങ്കണ്ണി ഭഗവതിയുടെ ആൽത്തറയിൽ നിന്നും പള്ളിവേട്ട കഴിഞ്ഞ് നിറപ്പകിട്ടാർന്ന അനുഷ്ഠാന കലാരൂപങ്ങളോടെ ആയിരങ്കണ്ണി ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്തും ഉണ്ടായിരിക്കും. ഉത്സവ ദിവസമായ വ്യാഴാഴ്ച രാവിലെ ശ്രീലകത്തേക്ക് എഴുന്നള്ളത്ത് നടക്കും. വൈകിട്ട് 4 മുതൽ പകൽ പൂരം എഴുന്നള്ളിപ്പും, തുടർന്ന് 31 ഗജവീരന്മാരെ അണിനിരത്തി കൂട്ടി എഴുന്നള്ളിപ്പും, തൃപ്പയാർ അനിയന്മാരുടെ നേതൃത്വത്തിൽ 101 പേരുടെ മേളവും ഉണ്ടായിരിക്കും. ഗജരത്നം തിരുവമ്പാടി ചന്ദ്രശേഖരൻ ദേവിയുടെ തിടമ്പേറ്റും. ഭാരവാഹികളായ പ്രസിഡന്റ് ഉത്തമൻ കാതോട്ട്, സെക്രട്ടറി വിശ്വംഭരൻ കാതോട്ട്, മാനേജിംഗ് ട്രസ്റ്റി വിദ്യാസാഗർ കാതോട് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും.
എടമുട്ടം ശ്രീ പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രം വട്ടപ്പരത്തി താലാഘോഷ കമ്മിറ്റിയുടെ അശ്വതി ഭരണി ആഘോഷം ഭക്തി നിർഭരമായി. രാവിലെ മഹാഗണപതി ഹവനം, ത്രികാല ഭഗവതി പൂജ, നാഗദേവതാ ക്ഷേത്രത്തിൽ പൂജ, വൈകിട്ട് ദീപാരാധന, പറയെടുപ്പ്, രാത്രി അന്നദാനം എന്നിവ ഉണ്ടായിരുന്നു. ചടങ്ങിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. തുടർന്ന് തിരുവനന്തപുരം ഡാൻസ് അക്കാദമിയുടെ മധുരൈ മീനാക്ഷി ബാലയും നടന്നു. പ്രസിഡന്റ് രാജീവൻ പനക്കൽ, സെക്രട്ടറി ഷാജി വടക്കെട്ടിൽ, ട്രഷറർ ഷൈജു തെക്കിനേടത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിൽ അധ്യയന വർഷത്തെ പഠനോത്സവ പരിപാടികൾ മണലൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിജോ മാത്യു അധ്യക്ഷയായി. പ്രധാന അധ്യാപിക സിസ്റ്റർ വിന്നി, MPTA പ്രസിഡന്റ് പ്രവീണ KP, അധ്യാപക പ്രതിനിധി മേരി സെമി എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വ്യത്യസ്തങ്ങളായ പഠന മികവുകൾ അവതരിപ്പിച്ചു. ഒരു വർഷത്തെ മികവ് പഠനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സ്കൂളുകളിലും നമ്മൾക്കറിയാം, എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് അത്. വാടാനപ്പള്ളി 17-ാം വാർഡിലെ അറപ്പത്തോട് ഓർക്കായൽ പാലം നിർമ്മാണം തുടങ്ങി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇബ്രാഹിം പടവിങ്ങൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രഞ്യ ബിനീഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സരിത ഗണേശൻ, മെമ്പർമാരായ CM നിസാർ, രേഖ ചോഗൻ, നൌഫൽ വലിയകത്ത് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് 25 ലക്ഷം രൂപ അനുവദിച്ചാണ് റോഡും പാലവും നിർമ്മിക്കുന്നത്. ജനങ്ങൾക്ക് ആ ഫണ്ട് വിനിയോഗിക്കുക എന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ച് ജനങ്ങളുടെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അവര് പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കി കൊടുക്കുന്ന ഉത്തരവാദിത്വം മാത്രമാണ് സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമുള്ളത് എന്ന അധികാരമാണ് ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിലൂടെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചത്. ഇന്നത്തെ പോലെ നല്ല റോഡുകൾ ഉണ്ടായിരുന്നില്ല, നല്ല വീടുകൾ ഉണ്ടായിരുന്നില്ല, കുടിവെള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, നമ്മുടെ വീട്ടില് വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ വന്നത് ഈ പുരോഗതിയുടെ ഭാഗം തന്നെയാണ്. സ്കൂൾ ജീവൻ ജീവൻ്റെ ജീവൻ പദ്ധതിക്ക് 17 വയസ്സ്. മണിക്കുട്ടിക്ക് തലമുറകളിലായി 60 മക്കൾ. മണിക്കുട്ടിയുടെ 13ാം തലമുറയിലെ പൊന്നുട്ടിക്ക് 2 മക്കൾ പിറന്നു. തൃത്തല്ലൂർ UP സ്കൂളിൽ ജീവൻ്റെ ജീവൻ പദ്ധതി 17 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇതുവരെ മണിക്കുട്ടിയുടെ പരമ്പരയിൽ പിറന്ന 58 ആട്ടിൻകുട്ടികളെ സ്നേഹിച്ചു വളർത്താൻ ഗോട്ട് ക്ലബ് അംഗങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിറന്ന 2 മക്കൾ കൂടിയാകുമ്പോൾ അത് 60 ആകും. വിദ്യാർത്ഥികളിൽ പ്രകൃതി സഹജീവി സ്നേഹം വളർത്താൻ തൃത്തല്ലൂർ UP സ്കൂളിൽ തുടങ്ങിയ ജീവൻ്റെ ജീവൻ പദ്ധതി 17 വർഷം പിന്നിടുമ്പോൾ മണിക്കുട്ടി എന്ന ആട്ടിൻകുട്ടിയും തൃത്തല്ലൂരിലെ കുട്ടികളും നമ്മെ പഠിപ്പിച്ചു തന്നത് വലിയൊരു സ്നേഹത്തിൻ്റെ പാഠമാണ്. TN പ്രതാപൻ നാട്ടിക MLA ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് സഹപാഠികളായിരുന്ന സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ PD സുരേഷും അന്നത്തെ നാട്ടിക നിയോജകമണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കോർഡിനേറ്റർ KS ദീപനും ചേർന്ന് ജീവൻ നൽകിയപ്പോൾ അതിൻ്റെ പേര് ജീവൻ്റെ ജീവനായി. പിന്നീട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി പദ്ധതിയെ കേരള മോഡൽ പ്രൊജക്റ്റായി ഏറ്റെടുക്കുകയുണ്ടായി. സ്കൂൾ ഔഷധത്തോട്ടത്തിൽ താമസിപ്പിച്ച് സ്കൂൾ ബാഗിൽ മണിക്കുട്ടിക്കായി കരുതി കൊണ്ടുവന്ന പുല്ലും പ്ലാവിലയും നൽകി കുട്ടികൾ ഓമനിച്ച് വളർത്തി വലുതാക്കിയ മണിക്കുട്ടി എന്ന ആട്ടിൻകുട്ടിക്ക് ഇന്ന് 13 തലമുറയായി. 2008 അന്നത്തെ വനം വകുപ്പ് മന്ത്രി ബിനോയ് വിശ്വമാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഓരോ തലമുറയിലെയും ആട്ടിൻകുട്ടികളെ സ്കൂളിൽ തിരഞ്ഞെടുക്കുന്ന ഗോട്ട് ക്ലബ് അംഗങ്ങൾക്കാണ് വിതരണം ചെയ്യുക. ആദ്യ പ്രസവത്തിലെ ആട്ടിൻകുട്ടിയെ സ്കൂളിലേക്ക് നൽകണം. ഇവയെ ഗോട്ട് ക്ലബിലെ സഹപാഠികൾക്ക് നൽകും. അങ്ങനെയാണ് പദ്ധതി തുടർന്നു പോകുന്നത്. പച്ചക്കറി വിറ്റ് കിട്ടിയ പണവും പോക്കറ്റ് മണിയും ഉപയോഗിച്ചാണ് 2008 കുട്ടികൾ മണിക്കുട്ടി എന്ന ആട്ടിൻകുട്ടിയെ സ്കൂളിലേക്ക് വാങ്ങിയത്. മണിക്കുട്ടിയെ പിന്നീട് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത കുട്ടിക്ക് വളർത്താൻ നൽകി. സ്കൂൾ ജീവൻ്റെ ജീവൻ ക്ലബ് കൺവീനർ V ഉഷാകുമാരിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടന്നുവരുന്നത്.
സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി ദക്ഷ് ജീവൻ്റെ ജീവനായി വളർത്തിയ പൊന്നുട്ടിയാണ് 2 മക്കളെ പ്രസവിച്ചത്. സ്കൂൾ അധികൃതർ പൊന്നുട്ടിയുടെ മക്കളെ കാണാനെത്തി. ചടങ്ങിൽ വെച്ച് ദക്ഷിൻ്റെ അച്ചമ്മയും മുൻ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ഗിൽസ തിലകൻ പൊന്നുട്ടിയുടെ മക്കൾക്ക് പേരിട്ടു, മിട്ടുവും കുട്ടുവും. ചടങ്ങിൽ ജീവൻ്റെ ജീവൻ ക്ലബ് സ്ഥാപക കൺവീനർ KS ദീപൻ, പ്രധാനാധ്യാപിക KG റാണി, സ്കൂൾ ജീവൻ്റെ ജീവൻ കൺവീനർ V ഉഷാകുമാരി, PP ജ്യോതി, അജിത് പ്രേം P, അദിത ലിജിൽ എന്നിവർ പങ്കെടുത്തു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡോക്യുമെൻ്ററി സിനിമയ്ക്ക് കിട്ടിയ സംസ്ഥാന സർക്കാർ പുരസ്കാരം നിർമ്മാതാക്കളായ സതി ബാബുവും രതി പതിശ്ശേരിയും കഥാപാത്രത്തിന് നൽകി ആദരിച്ചു. ചെമ്മീൻ സിനിമയിൽ സംവിധായക സഹായിയും 1960കളിലെ മലയാള തമിഴ് സിനിമകളിലെ സജീവ സാന്നിധ്യമായിരുന്നു അന്തിക്കാട്ടുകാരൻ ടി കെ വാസുദേവനെക്കുറിച്ചുള്ളതായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ഹ്രസ്വചിത്രം. രാമു കാര്യാട്ട്, KS സേതുമാധവൻ, DK പൊറ്റക്കാട്ട് തുടങ്ങിയ സംവിധായകർക്കൊപ്പം 100ഓളം സിനിമകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 20ഓളം സിനിമകളിൽ അഭിനയിച്ചു. എൻ്റെ ഗ്രാമം, വിശ്വരൂപം എന്നീ സിനിമകൾ സംവിധാനം ചെയ്തു. മണിലാൽ സംവിധാനം ചെയ്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ഹ്രസ്വചിത്രം സമ്പന്നമായ കോടമ്പാക്കം സിനിമാക്കാലത്തെ സംഗീതത്തിൻ്റെ അകമ്പടിയോടെ അവതരിപ്പിക്കുന്നു. മികച്ച ഡോക്യുമെൻ്ററി സംവിധായകനുള്ള സംസ്ഥാന സർക്കാർ അവാർഡും ഫിലിം ഫെഡറേഷൻ്റെ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള നാഷണൽ അവാർഡും ബ്ലാക്ക് ആൻഡ് വൈറ്റ് നേടിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വലപ്പാട് സ്വദേശികളായ കുപ്രസിദ്ധ ഗുണ്ടകളെ കാപ്പ ചുമത്തി നാടുകടത്തി. വാഹനമില്ല, അന്തിക്കാട് ചേർപ്പ് എക്സൈസ് റേഞ്ച് ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റി. യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.